വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ മേഘ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റെയിൽവേ RRB ഗ്രൂപ്പ് ഡി എക്സാമുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയാസ് ഏതൊക്കെയാണ്, എങ്ങനെയാണ് അത് പഠിക്കേണ്ടത് എന്നുള്ള ഒരു ചെറിയൊരു ബ്രീഫ് ആയിട്ടുള്ള ഒരു ഐഡിയ ആണ് നിങ്ങൾക്ക് തരുന്നത്. നമുക്കറിയാം 10ാം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് ഒരു വളരെ വലിയൊരു സുവർണ അവസരം തന്നെയാണ് ഇന്ത്യൻ റെയിൽവേ മുന്നോട്ട് വെക്കുന്നത്. RRB ഗ്രൂപ്പ് ഡി എന്നുള്ളത് റെയിൽവേയുടെ ഒരു എൻട്രി കാഡർ ആയിട്ടുള്ള ഒരു ജോബാണ്. ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകൾ, എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, സിഗ്നൽ തുടങ്ങി മെഡിക്കൽ, ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകൾ ഇന്ത്യൻ റെയിൽവേ ഒരുപാടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് അവസരങ്ങളാണ് RRB ഗ്രൂപ്പ് ഡി നമുക്ക് തരുന്നത്. ഗ്രൂപ്പ് ഡി ആയിട്ട് ജോലിക്ക് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ലൊരു സാലറി പാക്കേജ് തന്നെ സ്റ്റാർട്ടിങ്ങിലുണ്ട്. കൂടാതെ DA, HRA തുടങ്ങിയിട്ടുള്ള ആനുകൂല്യങ്ങൾ, മെഡിക്കൽ ഫെസിലിറ്റീസ്, പിന്നെ നമുക്കറിയാം ട്രെയിൻ യാത്ര ഫ്രീ ആണ്. അങ്ങനെ ഒരുപാട് ആനുകൂല്യങ്ങളും കാര്യങ്ങളും. ഇതിനെല്ലാം ഉപരിയായിട്ട് സെൻട്രൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥയോ ആവുകയാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ നിങ്ങൾക്ക് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നേടാൻ പറ്റുന്ന ഒരു ജോലിയാണ് RRB ഗ്രൂപ്പ് ഡി. പലരും ഈ ഒരു അവസരം തിരിച്ചറിയാറില്ല എന്നുള്ളതാണ് വാസ്തവം. കാരണം പരീക്ഷ എവിടെയായിരിക്കും, ദൂരെ ആയിരിക്കോ, അതുകൊണ്ട് പരീക്ഷ പോയി എഴുതണ്ടേ, ബുദ്ധിമുട്ടല്ലേ, ദൂര സ്ഥലത്ത് ജോലി കിട്ടൂ, ഇങ്ങനെയൊക്കെ ആയിരിക്കും പലരുടെയും കൺഫ്യൂഷൻ. ഒരു കാര്യം നിങ്ങൾ ആലോചിക്കുക, ഒരു സെൻട്രൽ ഗവൺമെന്റ് ജോലി ലഭിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ വരുത്തുന്ന മാറ്റങ്ങൾ എത്രത്തോളമായിരിക്കും അല്ലെ? ആസ് എ ഹ്യൂമൻ ബീങ്, ആസ് എൻ ഇൻഡിവിജ്വൽ, നിങ്ങളുടെ വ്യക്തി ജീവിതത്തിലും പ്രൊഫഷണൽ ജീവിതത്തിലും അല്ലെ, ഒരുപാട് റിലേഷൻഷിപ്സിലും ഒക്കെ മാറ്റങ്ങൾ വരുത്താൻ പറ്റുന്ന ഒന്നാണ് നമ്മളുടെ ജോലി, നമ്മൾ ചെയ്യുന്ന പ്രൊഫഷൻ. അതുകൊണ്ട് തന്നെ സെൻട്രൽ ഗവൺമെന്റിൽ ഒരു എംപ്ലോയി ആയിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് 36 വയസ്സ് വരെ ഏജ് ലിമിറ്റ് ഉള്ള, അതായത് കേരള PSC പോലെ തന്നെ ഏജ് ലിമിറ്റ് 36 വരെ എഴുതാൻ പറ്റുന്ന ഒരു എക്സാം ആണ് RRB ഗ്രൂപ്പ് ഡി. അപ്പൊ എങ്ങനെയാണ് ഈ ഗ്രൂപ്പ് ഡി എക്സാം ക്രാക്ക് ചെയ്യുക? പലരുടെയും സംശയമാണ് അല്ലെ. ഏറ്റവും ജനറൽ PSCയെ സംബന്ധിച്ചിടത്തോളം അതിനേക്കാട്ടിലൊക്കെ വളരെ എളുപ്പത്തിൽ നമുക്ക് ഗ്രൂപ്പ് ഡി ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. കുറച്ച് സമയം മതി പഠിക്കാനായിട്ട്. കുറച്ച് സമയം നമുക്ക് പഠിക്കാനും ലഭിക്കുകയുള്ളൂ. പിന്നെ വേഗം പരീക്ഷ നടക്കും. സോ ആദ്യം ഒരു റിട്ടൺ ടെസ്റ്റ് ഉണ്ടായിരിക്കും, പിന്നെ അതിനുശേഷം ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടാവാറുണ്ട്, പിന്നെ അതിനുശേഷം എന്താണ് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ, പിന്നെ മെഡിക്കൽ ഫിറ്റ്നസ്. ഇത്രയും കാര്യങ്ങൾക്ക് ശേഷമാണ് നമുക്ക് അപ്പോയിന്റ്മെന്റ് ഓർഡർ കിട്ടുക. നമുക്കറിയാം നമ്മൾ എവിടെയാണോ ഏത് ഡിവിഷനിലാണോ അപ്ലൈ ചെയ്തിട്ടുള്ളത് അതിനനുസരിച്ചിട്ടായിരിക്കും നമുക്ക് എക്സാം സെന്റർ വരുന്നതും അതേപോലെ തന്നെ നമുക്ക് ജോലി കിട്ടുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നോക്കാം ഏതൊക്കെ വിഷയങ്ങളാണ് ഗ്രൂപ്പ് ഡിക്ക് പഠിക്കാനുള്ളത്. 1 ജനറൽ സയൻസ്, 2 മാത്തമാറ്റിക്സ്, 3 റീസണിംഗ്, പിന്നെ GK ആൻഡ് കറണ്ട് അഫയേഴ്സ്. അതായത് ബേസിക് ആയിട്ട് ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിനും നമ്മൾ പഠിക്കുന്ന വിഷയങ്ങൾ തന്നെയാണ് RRB ഗ്രൂപ്പ് ഡിക്കും ഉള്ളത്. ഇതിൽ ഇല്ലാത്തൊരു വിഷയം ഏതാണ്? ഇംഗ്ലീഷ് എന്ന് പറയുന്ന വിഷയം ഇതിൽ ഇല്ല എന്നുള്ളത് പലർക്കും ഒരു ആശ്വാസമാണ്. കാരണം ഇംഗ്ലീഷ് പലർക്കും ബുദ്ധിമുട്ടുള്ള ഒരു വിഷയമായിട്ടാണ് പറയാറുള്ളത്. ഗ്രാമർ ഒക്കെ പഠിക്കാനുണ്ടല്ലോ, വൊക്കാബുലറി പഠിക്കാനുണ്ട് അല്ലെ. SSCക്കൊക്കെ പലരും അത് പ്രിപ്പയർ ചെയ്യാറുള്ളതാണ്. അതുകൊണ്ട് ജനറൽ ഇംഗ്ലീഷ് എന്ന് പറയുന്ന സബ്ജക്ട് എന്തിനില്ല? RRB ഗ്രൂപ്പ് ഡിക്കില്ല. അപ്പോ ഇതില്ലാതെ നിങ്ങൾക്ക് അത്യാവശ്യം മാത്സ് അറിയാം, റീസണിങ് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഇത് ക്രാക്ക് ചെയ്യാനായി സാധിക്കും. ഇനി എവിടെ നിന്നാണ് ഇതിന്റെ ഒരു റിസോഴ്സ്, എവിടെ നിന്നാണ് നമ്മൾ ഇതൊക്കെ പഠിക്കുക എന്നുള്ളതാണ്. സോ ജനറൽ സയൻസിന് ഫിസിക്സ്, കെമിസ്ട്രി, അതുപോലെ തന്നെ ബയോളജി, ഈ 3 വിഷയങ്ങളുടെ ബേസിക് ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിംഗ് ആണ് നമുക്ക് വേണ്ടത്. അതിനുവേണ്ടി നിങ്ങൾ റിസോഴ്സ് മെറ്റീരിയൽ ആയിട്ട് യൂസ് ചെയ്യേണ്ടത് NCERT ടെക്സ്റ്റ് ബുക്കുകളാണ്. NCERT ആണ്. SCERTയേക്കാൾ ഉപരിയായിട്ട് NCERT ടെക്സ്റ്റ് ബുക്കുകൾ ഫോളോ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്യുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്നാണ് കൂടുതലായിട്ട് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. എപ്പോഴും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്നാണ് RRB ഗ്രൂപ്പ് ഡിക്ക് ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. ഒരു പാറ്റേൺ ഉണ്ട്. ആ പാറ്റേൺ മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് നോക്കിയാൽ മാത്രമേ അത് മനസ്സിലാവുള്ളൂ. പിന്നെ മാത്സിന് എലിമെന്ററി മാത്തമാറ്റിക്സ് ആണ് വരാറുള്ളത്. അതായത് ഒരു 10ാം ക്ലാസ് യോഗ്യതയുള്ള ഒരു ഉദ്യോഗാർത്ഥിക്ക് എഴുതാൻ പറ്റുന്ന രീതിയിലുള്ള മാത്സ് തന്നെയാണ് വരാറുള്ളത്. പക്ഷെ എന്താണ്, ചോദ്യങ്ങളുടെ വലിപ്പമൊക്കെ കുറച്ച് കൂടുതലായിട്ട് ഉണ്ടാവാറുണ്ട്. കാരണം കുറച്ചും കൂടി, അതായത് PSCക്ക് പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് കമ്പാരിറ്റീവ്ലി എളുപ്പമായിരിക്കും. ചോദ്യങ്ങൾ ചിലപ്പോൾ കുറച്ചും കൂടി വലിയ ചോദ്യങ്ങളൊക്കെ പ്രത്യക്ഷപ്പെടാറുണ്ട് മാത്സിനെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ ഡെയിലി എന്ത് ചെയ്യുക, മാത്സ് കൃത്യമായിട്ട് പഠിച്ചു. ദിവസവും മാത്സ് 1 മണിക്കൂർ മാത്സിനും റീസണിങ്ങിനും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുക. ആ സമയത്ത് അത് നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്യുക. അപ്പോഴേ നിങ്ങൾക്ക് ആ ഒരു സ്പീഡ് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ബേസിക് ആയിട്ട് NCERT ടെക്സ്റ്റുകൾ തന്നെ നമുക്കിതിന് ആശ്രയിക്കാം. അല്ലെങ്കിൽ എന്താണ്, ടോപ്പിക് വൈസ് ആയിട്ട് അല്ലെ, ഇപ്പൊ ടൈം ആൻഡ് വർക്ക്, സ്പീഡ്, ഡിസ്റ്റൻസ് തുടങ്ങിയിട്ടുള്ള മേഖലകള്, പിന്നെ അതുപോലെ തന്നെ പെർസെന്റേജ്, ആവറേജ്, റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻ, ഇങ്ങനെയുള്ള ടോപ്പിക്കുകൾ എടുത്ത് തന്നെ മാത്സ് കവർ ചെയ്യുക. സിംപ്ലിഫിക്കേഷൻ, ബോർഡ് മാസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ റീസണിങ്ങില്
ബ്ലഡ് റിലേഷൻസ്, അതുപോലെ തന്നെ റാങ്കിങ് റിലേറ്റഡ് ആയിട്ടുള്ളത്, പിന്നെ ചെറിയ ചെറിയ പസിൽസ്, ഓഡ് വൺ ഔട്ട്, പിന്നെ ഈ പറഞ്ഞ പോലെ അസേർഷൻ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഒരു ബേസിക് ലോജിക്കൽ റീസണിങ് ആണ് നമുക്ക് ഇവിടെ വേണ്ടത്. ഇതും PYQs ചെയ്ത് പ്രാക്ടീസ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുണ്ടാവുക. പിന്നെ അതുപോലെ ക്ലോക്ക്, കലണ്ടർ, ഈ കാര്യങ്ങളൊക്കെ നോക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇത് രണ്ടെണ്ണം നന്നായി ശ്രദ്ധിച്ചാൽ തന്നെ അത്യാവശ്യം നല്ല മാർക്ക് ഈ ഒരു ഏരിയയിൽ സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ GK ആൻഡ് കറണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് അഫയേഴ്സ് നിങ്ങൾക്ക് അറിയാം, ചുരുങ്ങിയത് കഴിഞ്ഞ ഒരു വർഷത്തെ കറണ്ട് അഫയേഴ്സ് നന്നായിട്ട് നോക്കുക. പിന്നെ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെന്റ് നടത്തുന്ന മറ്റ് എക്സാംസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് അതിൽ വന്നിട്ടുള്ള GKയും കറണ്ട് അഫയേഴ്സും ഭാഗങ്ങളും ഒന്ന് പഠിക്കുക. ഫോർ എക്സാമ്പിൾ ഇപ്പൊ SSC GDക്ക് നടത്തുന്ന കറണ്ട് അഫയേഴ്സും അതുപോലെ തന്നെ GK ക്വസ്റ്റ്യൻസ് അത് നന്നായി നോക്കുക. CGLക്ക് ഒന്നും പോകണ്ട, ഒരു CHSL ലെവൽ മതി. SSC GD അതുപോലെ തന്നെ CHSL തുടങ്ങിയിട്ടുള്ള എക്സാംസിന്, ഡൽഹി പോലീസ് അങ്ങനെയുള്ള എക്സാംസിനൊക്കെ, അതുപോലെ റെയിൽവേ നടത്തുന്ന മറ്റ് എക്സാംസ്, RPFന്റെ ഒക്കെ എക്സാം ഉണ്ടല്ലോ, അതിനൊക്കെയുള്ള GK കറണ്ട് അഫയേഴ്സ് ഭാഗങ്ങളൊക്കെ ഒന്ന് കൃത്യമായിട്ട് നോക്കി പോയാൽ തന്നെ അത്യാവശ്യം മാർക്ക് കിട്ടും. കറണ്ട് അഫയേഴ്സ് നോക്കുമ്പോൾ പ്രത്യേകിച്ച് ഈ പത്മ അവാർഡ്സും കാര്യങ്ങളൊക്കെ നോക്കുക, അപ്പോയിന്റ്മെന്റ്സ് നന്നായിട്ട് നോക്കുക. പിന്നെ GKയുടെ പോർഷനിൽ അത്യാവശ്യം നന്നായി നോക്കാനുള്ളത് ഏൻഷ്യൻ ഹിസ്റ്ററി പഠിക്കുമ്പോൾ ഏൻഷ്യന്റിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് ഏൻഷ്യൻ ഹിസ്റ്ററിയും അതുപോലെ തന്നെ അതിൽ തന്നെ ഇന്ത്യൻ കൾച്ചർ എന്ന് പറയുന്ന ഒരു ഏരിയയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് പഠിക്കാം. പിന്നെ എക്കണോമിക്സിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പൊ നമുക്ക് ബേസിക് ആയിട്ട് നീതി ആയോഗിനെ കുറിച്ച് അറിയണം, അതുപോലെ തന്നെ മറ്റ് എക്കണോമിക് സ്ഥാപനങ്ങളെ കുറിച്ച് അറിയണം, ചില ടേംസ് ഉണ്ട് എക്കണോമിക്സിൽ, ആ കാര്യങ്ങളെ കുറിച്ച് ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവണം. കോൺസ്റ്റിറ്റ്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ബേസിക് ആയിട്ട് ഫണ്ടമെന്റൽ റൈറ്റ്സ്, DPSP, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, അമെൻമെന്റ്സ്, അല്ലെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാം. അപ്പൊ ഇങ്ങനെയൊക്കെ നോക്കിയാൽ തന്നെ GK അത്യാവശ്യമായി. ജോഗ്രഫി അറിയണം, ജോഗ്രഫിയിലെ റിവേഴ്സ്, ഇപ്പൊ ഹിമാലയൻ റിവേഴ്സ്, പെനിൻസുലാർ റിവേഴ്സ്, അല്ലെ, അതിന്റെ പ്രത്യേകതകൾ ഏതൊക്കെയാണ്, അതിന്റെ ട്രിബ്യൂട്ടറീസ് ഏതൊക്കെയാണ്, അതുപോലെ തന്നെ പാസസ്, ഇമ്പോർട്ടന്റ് പാസസ് ഉണ്ട്, ഇമ്പോർട്ടന്റ് മൗണ്ടൻ റേഞ്ചസ് ഉണ്ട്, പിന്നെ വാട്ടർഫോൾസ് ഉണ്ട്. അപ്പൊ ജോഗ്രഫി, അതുപോലെ ഇന്ത്യൻ ക്ലൈമറ്റ് ഉണ്ട്, അറ്റ്മോസ്ഫിയർ ഉണ്ട്. അപ്പൊ ഇങ്ങനെ ഇന്ത്യൻ ജോഗ്രഫി, ഇതിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് പഠിക്കുക. ഈ GKക്ക് നിങ്ങൾക്ക് ആശ്രയിക്കാൻ പറ്റുന്നതും NCERT ടെക്സ്റ്റ് ബുക്കുകളാണ്. ഓക്കെ, അപ്പോ ഇത്രയും കാര്യങ്ങളാണ് RRB ഗ്രൂപ്പ് ഡിക്ക് ഫോക്കസ് ചെയ്ത് നോക്കേണ്ടത്. അപ്പൊ കൃത്യമായിട്ട് പഠിക്കുകയാണെങ്കിൽ എത്രയും വേഗത്തിൽ തന്നെ ജോലിക്ക് കയറാൻ പറ്റുന്ന ഒരു പോസ്റ്റ് ആണ് ഗ്രൂപ്പ് ഡി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ക്വാളിഫിക്കേഷൻ 10th ആണ്, ഏജ് ലിമിറ്റ് 36 ആണ്. നമുക്കറിയാം February 22 വരെയാണ് ലാസ്റ്റ് ഡേറ്റ് ഉള്ളത്. അപ്പൊ ലാസ്റ്റ് ഡേറ്റിന് വേണ്ടി കാത്തു നിൽക്കരുത്, അതിന് മുന്നേ തന്നെ അപ്ലൈ ചെയ്യുക. നിങ്ങൾ എല്ലാവരും അപ്ലൈ ചെയ്തിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ നന്നായിട്ട് പഠിക്കുക. നമ്മുടെ CCയിലെ പുതിയ ബാച്ച് RRB ഗ്രൂപ്പ് ഡിക്ക് വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതിൽ കൃത്യമായിട്ട് ഈ ഒരു ഏതൊക്കെ ഏരിയാസ് ആണോ ആ ഏരിയാസിനെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ക്ലാസ്സുകൾ, നിങ്ങൾക്ക് നല്ല എക്സ്പേർട്ട് ആയിട്ടുള്ള ടീച്ചേഴ്സ് ആയിരിക്കും ക്ലാസ്സുകൾ എടുക്കുന്നുണ്ടാവുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കസ് ചെയ്യും, അതുപോലെ തന്നെ PYQs നല്ല രീതിയിൽ ഡിസ്കസ് ചെയ്യും, മോഡൽ എക്സാംസ് ഉണ്ടായിരിക്കും, ലൈവ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും, മെന്റർഷിപ്പ് സപ്പോർട്ടുകൾ ഉണ്ടായിരിക്കും. സോ ഇത്തരത്തില് ബൃഹത്തായിട്ടും വൃത്തിയായിട്ട് പഠിച്ചു പോവുക. നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഏറ്റവും വേഗത്തിൽ തന്നെ നിങ്ങൾക്ക് ഇന്ത്യൻ റെയിൽവേയിലെ ഒരു സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയി ആയി, ഒരു റെയിൽവേ ജീവനക്കാരനോ ജീവനക്കാരിയോ ആയി ഇന്ത്യൻ റെയിൽവേയുടെ ഭാഗമാകാം. ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനത്തിൽ പ്രസ്റ്റീജിയസ് ആയ ജോലിക്ക് പ്രവേശിക്കാനും സാധിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും അതിന് സാധിക്കട്ടെ. പഠനം കൂടുതൽ ഉഷാറായി മുന്നോട്ട് പോകട്ടെ. സോ ഓൾ ദ ബെസ്റ്റ്. നന്നായി പഠിക്കുക. സോ താങ്ക് യു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.